സുവിശേഷം 17-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. We've been dwelling upon the 17th chapter, the Gospel of John. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ് ഈ ഭാഗത്ത് കാണുന്നത്. The subject is Christ's high priestly intercessory prayer. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And even today, the Lord is interceding for us. ആ പ്രാർത്ഥനയിൽ കർത്താവിന്റെ പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ്? What are the main subject in his intercessory prayer? നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ അധ്യായത്തിൽ കാണുന്നതിൽ 2-3 കാര്യമാണ് നാം ചിന്തിച്ചത്. We've been dwelling upon 2-3 points we can see in connection with us in his intercessory prayer. നമ്മുടെ സുരക്ഷ കർത്താവിന്റെ ഒരു വലിയ ചിന്തയും ഭാരവുമാണ്. One of his great burden is our own safety and security. നമ്മുടെ ഐക്യത കർത്താവിന്റെ വലിയ താല്പര്യവും പ്രാർത്ഥനാ വിഷയവുമാണ്. The unity of believers is a great matter for the Lord. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ വേർപാട്, നമ്മുടെ സെപ്പറേഷൻ എത്രമാത്രം കർത്താവിന്റെ പ്രാർത്ഥനാ വിഷയമാണ് എന്ന് നോക്കുവാനായിട്ടാണ്. And tonight our subject, our text is going to be our separation from this world. ഈ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ലോകം എന്ന വാക്ക് 19 പ്രാവശ്യം കാണാൻ സാധിക്കും. We can see in this chapter that word called world 19 times. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഉണ്ട്. Please turn to 17th chapter. In verse 5 we see the same thing, the world. പിന്നീട് 6-ലുണ്ട്, 9-ലുണ്ട്. We can see the word in 6 and also in verse 9. നിങ്ങൾക്ക് നോക്കുവാൻ വേണ്ടി മെല്ലെ പറയുകയാണ്. That's I'm saying it slowly so that you can really check and go through. അടുത്തത് 11-ാം വാക്യത്തിലും. In the 11th verse the world is mentioned. അതിനുശേഷം 13-ാം വാക്യത്തിലുണ്ട്. In the 13th verse the world is mentioned. 14, 15, 16 വാക്യങ്ങളിൽ അടുപ്പിച്ചു കാണുന്നു. In 14, 15 and 16 verses we could see the word called world. അടുത്തത് 18-ാം വാക്യത്തിലാണ്. Again we see the same word in 18th verse. പിന്നീട് 21-ലുണ്ട്. In 21st we could see. പിന്നെ 23, 24, 25 വാക്യങ്ങൾ. In verses 23, 24 and 25 we see the word called world. നോക്കുക, 13 വാക്യങ്ങളിൽ 19 പ്രാവശ്യമാണ് കർത്താവ് ലോകം എന്ന ആ പദത്തെ ഉപയോഗിച്ചത്. Our Lord has used the word called world 19 times in 13 verses. അത് കാണിക്കുന്നത് എത്രമാത്രം അത് അവന്റെ ഹൃദയത്തിൽ പ്രാധാന്യം അർഹിച്ച വിഷയമാണ് എന്നുള്ളതാണ്. That shows how important it was in his heart, that subject. അതിന്റെ 11-ാം വാക്യത്തിന്റെ ആരംഭം നോക്കുക. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. In the 11th verse we could see, and now I am no more in the world. ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. But these are in the world. കർത്താവിന്റെ ഭാരം അതാണ്. That is the burden of the Lord. ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവർ ലോകത്തിൽ ആയിരിക്കും. I am not in this world, but my disciples are in this world. കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാരെ ശേഷിപ്പിച്ചു പോകുമ്പോൾ അവന് അവരുടെ ലോക ജീവിതത്തെ കുറിച്ച് ഇത്ര ഭാരം വരേണ്ട കാരണം എന്താണ്?
what is the reason why the Lord had a great burden when he was leaving his disciples, his children, in this world? മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയുന്നു, സൂചിപ്പിക്കുന്നു. There are three things we can see in this chapter. ആ 9-ാം വാക്യത്തിന്റെ ആരംഭം നോക്കുക. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടി അല്ല. In the 9th verse we read, I pray for them, I pray not for the world. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവ് പറയുകയാണ്, പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടി അല്ല. We need to specially take heed of this. The Lord is saying, Father, I pray for these people, not for the world. ലോകം പ്രാർത്ഥന അർഹിക്കുന്നില്ല. The world do not deserve prayer. പ്രാർത്ഥനയോ വിശ്വാസമോ ദൈവമോ ഇല്ലാത്ത ലോകമാണ് ഈ ലോകം. The world has no faith and also no God. എന്തുകൊണ്ടാണ് കർത്താവ് ഞാൻ ലോകത്തിനായി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് ലോകത്തിന് പ്രാർത്ഥന ആവശ്യമില്ല? Why the Lord did not pray for the world, and what was the reason for it? Why the world did not deserve prayer? നമുക്കെല്ലാവർക്കും അറിയാം, യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. In John's Gospel chapter 3 and verse 16 we read, God so loved the world. ലോകത്തെ സ്നേഹിച്ചു, പക്ഷേ ലോകത്തിനായി പ്രാർത്ഥിക്കുന്നില്ല. He loved the world, but he is not praying for the world. നാം യോഹന്നാന്റെ ലേഖനം വായിച്ചാൽ അവിടെ മറ്റൊരു വാക്യമുണ്ട്. When we read in the epistle, there is another verse called 1 യോഹന്നാൻ 2:15 വാക്യത്തിൽ വായിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് വായിക്കുന്നു. In 1 John chapter 1, right? 2:15. Chapter 2 and verse 15. Love not the world, neither the things that are in the world. ഈ 3 വാക്യം കൂടെ നാം ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ്. We need to reason together all these verses. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവമക്കൾ ലോകത്തെ സ്നേഹിക്കരുത്, യേശുക്രിസ്തു ലോകത്തിനായി പ്രാർത്ഥിച്ചില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? What is the meaning of these 3 verses? The Lord or God so loved the world, and he also commands us not to love the world, and also he did not pray for the world. What is the meaning of this? ലോകം എന്താണ് എന്ന് മനസ്സിലാക്കാനായി നാം ശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട്. We need to reason and we need to really understand what is the meaning of the word world. നാം ദൈവത്തിന്റെ വചനം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ലോകം എന്ന വാക്ക് അത് പല ആശയത്തിൽ എഴുതിയതായിട്ട് കാണുവാനായി കഴിയും. We could find the word world in the New Testament in different angle, in different aspects. 4 അർത്ഥം മനസ്സിലാക്കാനായി സാധിക്കും. There are 4 meaning we can see in the New Testament for the word. വാക്യങ്ങൾ എടുക്കുന്നില്ല. എഫേസ്യർ 1:4 വാക്യം വായിച്ചാൽ അവിടെ ഭൂമി അഥവാ ഈ ബ്രഹ്മാണ്ഡം അല്ലെങ്കിൽ ഈ ഒരു ഭൂഗോളത്തെ കുറിച്ചാണ് പറയുന്നത്. In Ephesians we read about the world, about the planet Earth itself. ലോകസ്ഥാപനത്തിനു മുൻപേ എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. In chapter 1 of Ephesians and verse 4 we hear that we read that he loved us or chose us before the foundation of the world, and that means about the creation. അതാണ് ഒരർത്ഥം. That is one meaning. എന്നാൽ മറ്റൊരർത്ഥമാണ് ലൂക്കോസ് 2:1 ലോകമെങ്ങും സെൻസസ് എടുക്കുവാനായി ക്ഷണിക്കുന്ന അത്
ജനങ്ങൾ പാർക്കുന്ന അന്നത്തെ ലോകത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. In Luke chapter 2 and verse 1, we could find about the census being taken, and we know that that refers to the planet Earth, to the world, or to the country they dwell then. അതായത് അന്ന് ഉണ്ടായിരുന്ന അറിയപ്പെട്ട രാഷ്ട്രങ്ങള് അല്ലെങ്കിൽ രാജ്യങ്ങളെ കുറിച്ചുള്ള സൂചനയാണ്. It is, and it was a reference to the countries then they had or we had. മൂന്നാമത്തെ അർത്ഥമെന്ന് പറഞ്ഞാൽ അത് യുഗം എന്ന അർത്ഥമാണ്. യുഗം. The third meaning is called dispensation. അത് എബ്രായർ 2:5 6:5 വരുവാനുള്ള ലോകം എന്നൊക്കെയുള്ള പരാമർശനമാണ് അവിടെ കാണുന്നത്. That we can see in the book of Hebrews at least 2 times, and that refers to the world or to the age dispensation which is to come. യോഹന്നാൻ 3:16 ലോകം, ദൈവം ലോകത്തെ സ്നേഹിച്ചു, അത് ഭൂമിയെ അല്ല സ്നേഹിച്ചത്, മനുഷ്യരെയാണ് സ്നേഹിച്ചത്. John 3:16, that word world refers not to the planet Earth itself, but to the people who dwell upon this planet Earth. So he loved. 1 യോഹന്നാൻ 2:15 ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ലോകത്തിന്റെ കാലഗതിയെയാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ ലൈഫ് സ്റ്റൈലിനെയാണ്. In John, 1 John and chapter 2 and verse 15, when the scripture commands us not to love the world, it refers to the passion of the world, to the style of this world. We should not be conformed. വളരെ വ്യക്തമായി ആ ഒരു ആശയം, പദപ്രയോഗം എഫേസർ 2:2 Again, that is mentioned in Ephesians chapter 2 and verse 2. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരിച്ച് നടന്നു. In which in time past he walked according to the course of this world. ആ കാലഗതി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഫാഷൻ, ലോകത്തിന്റെ ലൈഫ് സ്റ്റൈൽ, ലോകത്തിന്റെ രീതി, ലോകത്തിന്റെ സിസ്റ്റം എന്നതാണ് അർത്ഥമാകുന്നത്. So the world there means the lifestyle, the fashion, and the system of this world. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. കർത്താവ് ലോകത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിന് പല നിലയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So I presume that when we read the word world, we should really understand the meaning in that. ഭൂമിയെ സംബന്ധിച്ച്, സൃഷ്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സൃഷ്ടിയെ നാം ഇഷ്ടപ്പെടണം, അത് എൻജോയ് ചെയ്യണം. പർവ്വതങ്ങളും മലനിരകളും താഴ്വരകളും നാം കണ്ട് ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. We need to praise God. We need to enjoy the creation, the planet Earth, and all its beauty. We need to enjoy and praise God for his wonderful, marvelous creation. ലോകത്തിലെ മനുഷ്യരെ നാമോ സ്നേഹിക്കണം, രക്ഷിക്കുവാൻ കർത്താവിങ്കലേക്ക് അവരെ ആഹ്വാനം ചെയ്യുവാൻ. We should love the people of this world, and we should invite them to the gospel, to the saving. എന്നാൽ ലോകത്തിന്റെ ആ സിസ്റ്റം, ലോകത്തിന്റെ ആ ഫാഷൻ, ലോകത്തിന്റെ ആ തരീക്ക നാം പിൻപറ്റുവാൻ പാടില്ല എന്നാണ് കർത്താവ് ഈ ഭാഗത്ത് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. And in the New Testament, the Lord teaches that we should not love the style, the system, the fashion of this world. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് തന്റെ ശിഷ്യന്മാർ ലോകത്തിൽ ശേഷിച്ചിരിക്കുന്നു എന്ന വിഷയത്തിൽ ചിന്താകുലം ഉള്ളവനായത്, അല്ലെങ്കിൽ കൺസേൺഡ് ആയതിന്റെ കാരണം ഒരു ലോകത്തിന്റെ സിസ്റ്റം, ദൈവമില്ലാത്ത
പ്രാർത്ഥന അർഹിക്കാത്ത വിശ്വാസമില്ലാത്ത ഒരു ലോകമായതുകൊണ്ടാണ്. This is why the Lord was concerned about his people, but he was not praying for the world. ഇനി 15-ാം വാക്യം കൂടെ നോക്കുക. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൽ ദുഷ്ടന്റെ, അതിന്റെ 2-ാം ഭാഗം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. The second portion of verse 15, we read that he is praying that thou should keep them from the evil. ലോകത്തിൽ ദൈവജനത്തിന് യോഗ്യമല്ലാത്ത ഒരു സിസ്റ്റമുണ്ട്. ലോകത്തിൽ ദൈവജനത്തെ ആക്രമിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ദുഷ്ടനുണ്ട്. There is the evil power itself and the devil itself who will hinder and who will stop the people of God. നാം പല ഭാഗത്ത് ആ കാര്യം വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, സാത്താൻ അവൻ ലോകത്തിന്റെ അധിപതിയാണെന്ന് കർത്താവ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. The Lord himself, our Lord himself said that he is the prince of this world. സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്ന് യോഹന്നാൻ എഴുതുന്നുണ്ട്. In John we read that the whole world is under the dominion of the evil one. എഫേസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, Ephesians 6:12. In Ephesians chapter 6 and verse 12 we read, ആ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. In Ephesians 6 and 12 we read like this, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമോടല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും, നോക്കുക, ലോക അധിപതികൾ. Look at the word, but against the principalities, against the powers, against the rulers of the darkness of this world. ആ വാക്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം, ഈ ലോകത്തെ ബിഹൈൻഡ് ദ സീനിൽ, കർട്ടന് പിറകിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന ശക്തി ദുഷ്ടന്റെ ശക്തിയാണ്. What this verse very clearly says is that there is the power of darkness, there is the power of devil ruling under the curtain of this world, behind the curtain of this world. പലപ്പോഴും ഈ കാര്യം നമുക്ക് മനസ്സിലാകില്ല, നാം ചിന്തിക്കാറില്ല. Many a time we may not remember or we may not understand this because we don't really think about it. ആത്മീക പോരാട്ടം എന്ന വിഷയം ഗഹനമായി പഠിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The spiritual warfare, if you really study the subject, then you will be able to know little bit more about the work of the devil who is in camouflage. ലോകത്തിലെ ഓരോ ഡെവലപ്മെന്റ്സിനും പിറകിൽ ഈ സാത്താന്റെ സ്വാധീനമുണ്ട്. Behind every development of this world, there is the power of the evil one, the power of Satan. പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഏരിയ, ഫിലിം വേൾഡ് ആൻഡ് ഫാഷൻ വേൾഡ്. Especially in the entertainment world, in the fashion world, and in the film world. 2-3 വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കാം. I also want to read 3 more verses. അതേ ആശയത്തെ വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ്. Which will reconfirm the thought we've been dwelling upon. നോക്കുക, 17-25 വാക്യത്തിന്റെ ആരംഭ ഭാഗം, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. O righteous Father, the world hath not known thee. ലോകം പിതാവിനെ അറിയുന്നില്ല, അംഗീകരിക്കുന്നില്ല. The world hath not known the Father, and the world does not understand or recognize the Father. 14-17 വാക്യം കൂടെ, 14-17, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. Chapter 14 and verse 17, even the spirit ruleth from the world cannot receive, because it seeth not him, neither knoweth him.
but ye know him. യോഹന്നാനും തന്റെ ലേഖനത്തിൽ അതുപോലെ പറയുന്നുണ്ട്, ലോകം അവനെ അറിഞ്ഞിട്ടില്ല. ലോകം പിതാവിനെ, പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ ലോകം അറിയുന്നില്ല, അംഗീകരിക്കുന്നില്ല. Even in his epistle, we read that the world does not understand or recognize the Trinity, the Holy Trinity of God. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ദൈവജനം ആയിരിക്കുന്നത്. So we, the believers, are dwelling upon a world like this. ദൈവത്തെ അറിയാത്ത, ദൈവജനത്തെ അറിയാത്ത, ക്രിസ്തുവിനെ അറിയാത്ത, അംഗീകരിക്കാത്ത ഒരു ലോകം. A world in which we dwell is a world who does not know the believers, does not know God himself. നമുക്ക് 14-ാം വാക്യത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ലോകം അവരെ പകച്ചു. And also in the 14th verse, we read that the world had hated them, despised them. അപ്പോൾ അതും കർത്താവിന് ഈ ശിഷ്യന്മാരെ കുറിച്ച് ഭാരമുണ്ടാകുവാൻ കാരണമായി തീർന്ന ഘടകമാണ്. This is another reason why the Lord was burdened about his people, about his disciples. ലോകം തന്റെ ജനത്തെ പകയ്ക്കും. The world is despising, hating the believers. കർത്താവ് അതേ കാര്യം 15-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. The same thing the Lord has mentioned in the 15th chapter of John's Gospel. അതിന്റെ 15-ന്റെ 19 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വളരെ വിശദമായി പറയുന്നുണ്ട്. മൊത്തം വായിക്കാൻ സമയമില്ല. 20-ാം വാക്യം വായിക്കുമ്പോൾ, അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. In the 19th verse and also in the 20th verse, remember, if they have persecuted me, they will also persecute you. അപ്പോൾ കർത്താവിന് തന്റെ ജനത്തെ കുറിച്ച്, ലോകത്തിൽ ആയിരിക്കുന്ന ജനത്തെ കുറിച്ചുള്ള ഭാരം, ആ പ്രാർത്ഥനയുടെ പിറകിലെ കാരണമെന്ന് പറഞ്ഞാൽ ഈ 3 കാരണങ്ങളാണ്. So the burden behind the prayer of the Lord was these 3 reasons why he prayed for us and why he did not pray for us. ലോകവ്യവസ്ഥിതി, ലോകത്തിന്റെ ഫാഷൻ, തരീക്ക ദൈവമില്ലാത്ത വ്യവസ്ഥിതിയാണ്. The system of the world, the fashion and style of the world is godless one. ലോകത്തിന്റെ ഈ പോക്കിന് പിറകിലെ ശക്തി ദുഷ്ടന്റെ ശക്തിയാണ്. The power behind the world is the power of the evil one, the devil, the Satan itself. മാത്രമല്ല, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുതാ മനോഭാവം നിറഞ്ഞ ലോകമാണ്, ഒരു ഹോസ്റ്റൈൽ വേൾഡിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. I and you, the believers, are living in a hostile world where the world is in enmity with us. ഈ ഒരു ബോധ്യത്തിലാണ് കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഞാൻ ഈ ലോകം വിട്ടു വരാൻ പോകുന്നു, ഇവർ ലോകത്തിൽ ഇരിക്കുന്നു. In such a conviction, the Lord is praying, the Father, I am about to leave the world, but they who thou gave me is dwelling still in this world. ലോകത്തിൽ ആയിരിക്കുന്ന വിശ്വാസികൾ ഈ കാര്യം സംബന്ധിച്ച് വളരെ നല്ല ബോധ്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. The believers who are living in this world should be convinced about this truth. നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് നമ്മുടെ പൊതുവെ വിശ്വാസികളെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് വേർപാടുകാരെന്നാണ്. In Kerala, in previous time, the believers is known as the separatists or the brethren. അത് ബദറുകാരെ കുറിച്ച് മാത്രമല്ല, പെന്തക്കോസ്തുകാരും സാധാരണ ഉള്ള ഈ ആഭരണമൊന്നുമില്ലാത്ത വിശ്വാസികളായിരിക്കുന്ന ബദറൻ ബാപ്റ്റിസ്റ്റ് എല്ലാവരെയും പൊതുവെ വേർപാടുകാർ എന്നാണ് കേരളത്തിൽ പറയുന്നത്. In previous days, the word separatist was commonly used
for all believers, എന്താണ് കാരണം? including the Brethren Pentecostals and the Baptists and all the rest of it. എന്താണ് കാരണം? What is the reason for that? പൊതുജനം അവരെ കണ്ടപ്പോൾ വേർപെട്ടവരായി കണ്ടു. The reason is that when the world, the people who are not saved, when they saw these people, they saw a difference. They saw them as a separate group of people. ആദിമ വിശ്വാസികളുടെ, ആദ്യകാല വിശ്വാസികളുടെ വസ്ത്രധാരണത്തിലും അവരുടെ സംസാരത്തിലും ജീവിത രീതിയിലും ഒക്കെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. There was a great change, a great separation in the living style, in the dressing style, and in the lifestyle, daily life of believers. ഞാൻ വായിച്ചു കേട്ടത്, ആ കാലത്തെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവർ അവരുടെ കൃഷിസ്ഥലത്തുള്ള കൊടി പോലും, കൊടിത്തോട്ടം, വെറ്റിലക്കൊടി അതുപോലും വെട്ടി നശിപ്പിച്ചു എന്നാണ്. And I heard that I read that in the previous time, the people used to remove the betel nut leaves and all those things. അവരുടെ ലോജിക് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വേണ്ടാത്തത്, ഞങ്ങൾ ശരിയല്ല എന്ന് കാണുന്നത് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആർക്കും കൊടുക്കയില്ല. And the truth and the faith behind is that since we know and we are convinced that this is not right, we don't want to give it to the people also. അത്രമാത്രം കർക്കശമായ ആത്മീക നിലവാരത്തിൽ അവർ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തരായ ആത്മീക നിലവാരത്തിൽ അവർ ജീവിച്ചു. So they lived in a higher standard of separated life since they were highly convinced. അവരുടെ 4ും 5ഉം തലമുറയാണ് ഞാനും നിങ്ങൾ. Their 4th and 5th generation, we, myself and you, who we are. ഇന്ന് എന്താ വേർപാട്, എവിടെ നിന്ന് വേർപെട്ടു, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു തലമുറയിലേക്ക്, കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. Today, what is separation? We cannot find a real a separation from the world and the believers. ഞാൻ വളരെ ചുരുക്കമായിട്ട് കേരളത്തിലേക്ക് പോകാറുള്ളൂ. I only rarely visit Kerala. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മയാണ്, എനിക്ക് കേരളത്തിൽ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ട് എൻ്റെ ചെറുപ്പകാലവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. When I compare my younger days life or childhood life when I go to Kerala, ഞങ്ങൾ രാവിലെ സഭാ ഹാളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഓർത്തഡോക്സ് പള്ളിയിലെ മെമ്പേഴ്സ് എല്ലാം മടങ്ങി ഭവനത്തിലേക്ക് വരുന്നതാണ് എന്റെ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. I used to see that when we go to the church, we could see the Orthodox people, the Orthodox Christians coming back from their church services. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ ബൈബിൾ ഇല്ല, പാഠപുസ്തകമില്ല. നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്, പാഠപുസ്തകമുണ്ട്, നോട്ട് ബുക്ക് ഉണ്ട് എന്ന് ഞാൻ എൻ്റെ കൊച്ചിലെ ചെറുപ്പത്തിൽ ഓർത്തത് ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട്. I just remembered that what I remembered in my childhood days. The believers, the brethren, have always a notebook in their hand, a songbook in their hand, and the Bible in their hand. But the so-called Christians doesn't have any of them in their hands. They never carry them. എന്നാൽ ഈ സമീപകാലത്ത് കേരളത്തിൽ പോയപ്പോൾ ആ വ്യത്യാസമൊന്നും ഇപ്പൊ ഇല്ല. But when I recently visited Kerala, I rarely see that big difference. മാത്രമല്ല, നമ്മുടെ വിശ്വാസികളുടെ വിവാഹ ശുശ്രൂഷ, വിവാഹം, ശവസംസ്കാരം, ഇതിലൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. സമീപകാലത്ത്
അവയൊക്കെ നഷ്ടപ്പെട്ടു. There was a great separation in the marriage ceremony itself, in that ministry, in the burial ministry, but these days those things are rarely seen. കർത്താവിന്റെ ഈ പ്രാർത്ഥനയിൽ കാണുന്ന ഒരു വലിയ വിഷയമാണ് ഈ ലോകത്തിൽ ആയിരിക്കുന്ന വിശ്വാസികൾ വേർപെട്ടവരായി ജീവിക്കണം, ലോകത്തെ പോലെ ജീവിക്കാൻ പാടില്ല, നാം വ്യത്യസ്തരായി ജീവിക്കേണ്ടതാണ്. One of the great burden of our Lord in his prayer that we should be separated from this world. 4 കാര്യങ്ങളാണ് വളരെ വേഗം സംസാരിക്കാനായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകവും വിശ്വാസിയും സംബന്ധിച്ചുള്ള ബന്ധം കർത്താവ് 4 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. There are 4 things we want to discuss tonight. തീർച്ചയായിട്ടും മറ്റു ഭാഗത്ത് വേർപാടിനെ കുറിച്ച് ധാരാളം വിഷയങ്ങളുണ്ട്. There are other portions also we can see in connection with separation. നമുക്ക് അതിന്റെ 6-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. We will look into verse 6 of 17th chapter. എല്ലാം വായിക്കില്ല. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. I have manifested thy name unto the men whom thou gavest me out of this world. ഇവിടെ ശ്രദ്ധിക്കേണ്ട പദപ്രയോഗം, the thing to be noted here is നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. whom thou gavest me out of the world. ആ ഭാഗത്ത് ഒരു പ്രധാന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. We need to reckon, we need to really understand one point there. നമ്മെ പിതാവ് ലോകത്തിൽ നിന്നും കർത്താവിനായിട്ട് കൊടുത്തു. The God the Father has given us to Lord the Son. നാം ലോകക്കാരായിരുന്നു. We were of this world. നാം എഫേസ് ലേഖനത്തെ അത് വായിച്ചു. എഫേസ് 2-ന്റെ 2-ാം വാക്യത്തിൽ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. In Ephesians 2:2 we read, in which in times past he walked according to the course of this world, according to the prince of the powers of the air, the spirit that now worketh in the son of disobedience. ഇത് നമ്മുടെ ഭൂതകാലമാണ്. That is the matter of our past. That's the history of our past. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മെ കർത്താവ് ഈ ലോകത്തിൽ നിന്നും അടർത്തി മാറ്റി കർത്താവിനായിട്ട് വേർതിരിക്കുകയുണ്ടായി. A believer is taken or chosen from the world and taken out of the world. നമുക്കറിയാം, ഒരു വിവാഹത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കുടുംബ ബന്ധത്തിലേക്ക് വരുന്ന കാര്യം നമുക്കറിയാനായി സാധിക്കും. We could see that in a Christian matrimony, in a holy matrimony, a man and a woman is being joined together in a holy relationship. അവർ ഇരുവരും അവരുടെ അനേക ബന്ധങ്ങൾ, അനേക അസോസിയേഷൻസിനെ ഉപേക്ഷിച്ച് ഒന്നിച്ചു കൂടി വരികയാണ്. They leave all their relations and associations and they join together in a holy matrimony and live together. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമുക്ക് ലോകവുമായി ഇനിയും ഒരു ബന്ധം പാടില്ല. നമ്മെ അവിടെ നിന്നും അടർത്തി മാറ്റി അവൻ വേർപെടുത്തി കഴിഞ്ഞിരിക്കുന്നു. I don't want to dwell upon much on that, but the matter is that we've been chosen from this world and we should not have a relationship with this world. ഇനി 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കുക. 14-ന്റെ അവസാനം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ
അവരും ലൗകികന്മാരല്ലായിക കൊണ്ട്. Because they are not of this world, even as I am not of the world. 16-ാം വാക്യവും, ഞാൻ 16th verse. ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. They are not of the world, even as I am not of the world. ഇവിടെ നമുക്കുള്ള ഒരു പുതിയ ഐഡന്റിറ്റിയെ വ്യക്തമാക്കുകയാണ്. Here we could see a new identity of us. നമ്മെ വേർപെടുത്തി, ലോകത്തിൽ നിന്ന് വേർപെടുത്തി എന്ന് മാത്രമല്ല, നമുക്കൊരു പുതിയ ഒരു വ്യക്തിത്വം നൽകി നമ്മെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. We've been chosen and separated out of the world, and we've been given a new identity and asked to live in this world. നാം ലോകക്കാർ അല്ല. We don't belong to the world. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകക്കാരനല്ല, ഇവരും ലോകക്കാർ അല്ല. The Lord said that I am not of the world, and even you, the believers, are not of the world. നാം ഒരു സ്വർഗീയമായ ജീവൻ നാം പ്രാപിച്ചു. We've been given a heavenly life. നമുക്കൊരു സ്വർഗീയമായ പുതിയ പേർ നൽകുകയുണ്ടായി. We've been given a holy divine name. നമുക്ക് ഒരു പുതിയ സ്വഭാവം തരികയുണ്ടായി. We've been given a new character. നമുക്കൊരു പുതിയ ഒരു സിറ്റിസൺഷിപ്പ്, പൗരത്വം തരികയുണ്ടായി. We've been given a new citizenship. സർവത്തിലും നമുക്ക് ഒരു പുതിയ ജീവിത അനുഭവം കർത്താവ് തന്നിരിക്കുകയാണ്. The Lord has given us new experience in every aspect of life. നാം വായിക്കുന്നല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. We read that if a person is in Christ, he is a new creation. അപ്പോൾ കർത്താവ് ആ 2 വാക്യങ്ങളിൽ ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിൽ ആണെങ്കിലും ലോകക്കാർ അല്ല എന്ന ബോധ്യത്തിൽ നാം ജീവിക്കേണ്ടതാണ്. So the Lord wants, even though we are in this world, the Lord has kept us in this world, we should live remembering the fact that we don't belong to this world. മനസ്സിലാക്കാൻ അല്പം ബദ്ധപ്പാട്, അല്പം ബുദ്ധിമുട്ട് ഇത് ഉളവാക്കാം പലർക്കും. Maybe it is little bit difficult to understand. വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളത്തിൽ പോകുന്ന, ഒഴുകി നടക്കുന്ന ഒരു ബോട്ട്, അത് വെള്ളത്തിലാണെങ്കിലും ബോട്ടിൽ വെള്ളം കയറുന്നില്ല. If you simplify it, we could see that a boat is in the water, but the water is not in the boat itself. നമുക്കറിയാം, സാധാരണ ഈ ഡിസ്കവറി ചാനലും മറ്റും കാണാറുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ, സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകുന്ന നീന്തൽ വിദഗ്ധരെ കുറിച്ച് നമുക്കറിയാം. We could see the great swimmers who go into the bottom of the ocean. അവരുടെ കാലിലും കയ്യിലും ഒക്കെ പ്രത്യേക ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അവരുടെ പിറകിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. They have instruments, they have a special suit, they have a oxygen cylinder for the respiratory system. അവർ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇങ്ങനെ നീന്തി പോകുന്ന കണ്ടാൽ സമുദ്രത്തിലെ മറ്റു ജീവികളെ പോലെ ഒരു ജീവിയെ പോലെ തോന്നും. We may presume when they swim in the water, we may think that they swim just like any other creature of the ocean. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ആ സമുദ്രത്തിന് അടിയിലുള്ള ഏതെല്ലാം തരം ജീവജാലങ്ങളുണ്ട്, അവ ഇദ്ദേഹത്തെ കാണുമ്പോൾ അവരിൽ ഒന്നിനെ പോലെ ഉള്ള ഒരു ജീവിയായി ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ സാധ്യതയുണ്ട്. Just imagine when a sea creature see this person swimming inside the ocean, what it thinks. അത് ചിന്തിക്കും, നമ്മിൽ ഒന്നാണ്, സമുദ്രത്തിലെ ജീവിയാണ്, നാം ഇതുവരെ കണ്ടില്ലെന്നേ ഉള്ളൂ, മറ്റെവിടുന്നോ ഓടി വന്നതാണ് എന്ന് ചിന്തിക്കും. That creature of the ocean will think that I haven't seen this new creature, but maybe it is a fellow
being, though I haven't seen before. എന്നാൽ നമുക്കറിയാം ആ നീന്തൽ വിദഗ്ധൻ എന്തോ പ്രത്യേക ആവശ്യത്തിനായി ഭൂമിയിൽ നിന്നും സമുദ്രത്തിനടിയിലേക്ക് പോയതാണ്. സമുദ്രത്തിലെ വ്യക്തിയല്ല, ഭൂമിയിലെ വ്യക്തിയാണ്. But we know that the diver doesn't belong to the ocean. He went with a mission and he will accomplish it and he will come back. He don't belong to the ocean. അതേ അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ലോകത്തിൽ ജീവിക്കേണ്ടത്. Likewise, when we live in this world, we should have the same thought and experience. താത്കാലികമായി നാം ഇവിടുത്തുകാർ അല്ലെന്നുള്ള ആ ബോധ്യത്തിൽ നാം ജീവിക്കണം. We should live that we don't belong to this world and we only live temporarily. We are dwellers temporarily. ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം 20-26 വാക്യം. I want to invite your attention to the book of Leviticus chapter 20. 26 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. Leviticus 20 and verse 26. And ye shall be holy unto me, for I am the Lord, I am holy, and have separated you from other people, that ye should be mine. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്, നിങ്ങൾ എന്റെ ജനമായിരിക്കണം. This is what the Lord intends from Israel, that they should be a holy people unto God, separated people unto God. പഴയ നിയമവേദ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ആവർത്തിച്ച് അവരെ ഓർപ്പിക്കാറുണ്ടായിരുന്നു, മറ്റുള്ളവരെ പോലെ ആകരുത്, അന്യജാതികളെ പോലെ ആകരുത്, നിങ്ങൾ എനിക്ക് വിശുദ്ധരാണ്, എന്റെ ജനമാണ്. When we read in the Old Testament again and again, the Lord is reminding the people of Israel that you don't belong to the world, but you are a separate people who've been bought and who've been belong to me. അവരുടെ അനുഗ്രഹത്തിന്റെയും അവരുടെ മേൽ ദൈവത്തിന്റെ നന്മകൾ വരുവാനും കാരണമായി തീർന്നത് ആ സത്യമായിരുന്നു. The basis of all their progress and growth and blessing, the reason is this. നമുക്കറിയാം, ബാലാക്ക് ബെലയാമിനെ വിളിപ്പിച്ച് ശപിക്കുവാനായി ശ്രമിക്കുന്ന രംഗം നാം കാണുന്നുണ്ട് സംഖ്യാപുസ്തകത്തിൽ. In the book of Numbers, we could see Balak is calling Balaam to curse God's people. എന്നാൽ ബെലയാമിന് സാധിക്കുന്നില്ല. But Balaam is not able to curse God's people. അവിടെ ബെലയാം പറഞ്ഞ വാക്കാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. And Balaam is telling that this is a group of nations, this is a group of people who are separated and they don't dwell among them. ഇവരെ ശപിച്ചാൽ ശാപം പിടിക്കുകയില്ല. If a man curse them, they will not be cursed. പക്ഷേ നമുക്കറിയാം, പല സന്ദർഭത്തിൽ അതേ കോണ്ടക്സ്റ്റിൽ തന്നെയും ഇസ്രായേൽ ജനം വേർപാട് നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ വലിയ ശിക്ഷ അവരുടെ മേൽ വരുവാനിടയായ സന്ദർഭങ്ങളൊക്കെ നാം കാണുന്നു. But at the same time, we could see that when there was disobedience, God's judgment came upon them. അവർ ലോകക്കാരെ പോലെയായി മറ്റുള്ളവരുമായി ഇടകലർന്നു, മറ്റുള്ളവരുടെ ജീവിത രീതിയെ കോപ്പി ചെയ്തു, ദൈവത്തിന്റെ ശിക്ഷ അവരുടെ മേൽ വന്നു. When they try to copy the world and they walk according to the world, then the curse of the Lord, the judgment of the Lord came upon them. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, വേർപെട്ട ജീവിതം അനുഗ്രഹത്തിനും ദൈവിക സാന്നിധ്യത്തിനും ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിനുമൊക്കെ സഹായകരമായ
അടിസ്ഥാനമായിരിക്കുന്ന ഘടകമാണ്. A separated life is needed for a holy life and to be used of God and all the rest of it. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അനേക വാക്യങ്ങളുണ്ട്. അവിടെ ഞാൻ പരാമർശിച്ച് മാത്രം പോകാൻ ആഗ്രഹിക്കുക. When we come to the New Testament, the same thought we can see in many verses. റോമർ 12:2 വളരെയേറെ വെൽ നോൺ ആണ്. ലോകത്തിന് അനുരൂപരാകരുത്. In Romans 12:2 we read, do not be conformed to the world. എഫേസ്യർ 4:17 വാക്യം. In Ephesians 4:17, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. In Ephesians 4:17, we read that this I say therefore and testify in the Lord that ye henceforth walk not as others Gentile walk in the vanity of their mind. ഒരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 1:14 വാക്യം. Would you say that? 1 പത്രോസ് 1:14. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, ഓക്കെ, പണ്ടത്തെ മോഹങ്ങളെ മാതൃകയാക്കരുത്. There we read in 1 Peter chapter 1 and verse 14 that you do not walk according to the lust of the former lust. നിങ്ങളുടെ പഴയകാല അറിവുകേട്ട ജീവിതത്തിൽ കാണിച്ച കൂട്ടിയ കാര്യങ്ങൾ ഇനിയും അനുകരിക്കരുത്. You should not do the same thing you did in your ignorance in the past. ഞാൻ ഒരു വാക്യം കൂടെ മാത്രമേ ഇനി വായിക്കുകയുള്ളൂ. I will read one more verse in connection with this. അതും വേർപാടിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ വാക്യമാണ്. That is also a very important verse in connection with separation. 2 കൊരിന്ത്യർ 6:14 വാക്യം മുതൽ താഴേക്ക് വായിക്കേണ്ട നോക്കിയാൽ മാത്രം മതി. The 2 Corinthians chapter 6 verse 14 onwards we need to really read, but we will just look into, that's all. അവിടുത്തെ സാരാംശം, അവിശ്വാസിയുമായി ഇണയില്ല പിണ കൂടരുത്. The main truth which is mentioned in chapter 6 verse 14 onwards is that you should not be unequally yoked with the unbelievers. നമ്മുടെ വിഷയം അറിഞ്ഞിട്ടില്ലല്ലോ. We should not forget our topic. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, the prayer the Lord Jesus Christ is praying for us. നമ്മുടെ വേർപെട്ട ജീവിതം കർത്താവിന്റെ പ്രാർത്ഥനാ വിഷയമാണ്. One of his burden of prayer is our separated holy life. കാരണം ഈ ലോകം ദൈവമില്ലാത്ത ലോകമാണ്. The reason is that the world we dwell is a world without God. സാത്താന്റെ അധീനതയിൽ ആയിരിക്കുന്ന ലോകമാണ്. That world in which we live is under the dominion of Satan. നമ്മെ വെറുക്കുന്ന, നമ്മെ അംഗീകരിക്കാത്ത ഒരു ലോകമാണ്. We live in a world which hate us and a world which don't recognize us. ഈ ലോകത്തിൽ നിന്നും നമ്മെ കർത്താവ് അടർത്തി മാറ്റി എടുത്തു വേർപ്പെടുത്തി. The Lord has called us and separated us from this world. മാത്രമല്ല നമുക്കൊരു പുതിയ വ്യക്തിത്വം നൽകി നാം സ്വർഗീയ പൗരന്മാരായി തീർന്നു. And not only that, the Lord has given us a new identity, a new personality,
and we being citizens of heaven. നാം ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയുടെ ഭാഗമാണ്. We belong to the part of the new creation of God. നാം ഈ ലോകത്തിലായിരിക്കുന്നെങ്കിലും നാം ലോകക്കാർ അല്ല. Though we are living in the world, we are not of this world. നാം പരിസരത്ത് കാണുന്ന അനവധി ആൾക്കാരെ പോലെ നാം ജീവിക്കുന്നവരല്ല, ജീവിക്കേണ്ടവരല്ല. We are not living, or we are not supposed to live like people who are around us. അനവധി വാക്യങ്ങളിൽ ആ കാര്യം നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. The same truth we can see in many verses of the scriptures. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. When we live a holy and separated life, then the Lord will bless us. നമ്മെ അവന്റെ ഹിതത്തിന് അനുസരിച്ച് മാനപാത്രമായി ഉപയോഗിക്കുന്നതും അപ്പോഴാണ്. When we live a holy and separated life, then the Lord will use us and he will use for his glory. മാത്രമല്ല, Not only that, 14ാം വാക്യം ശ്രദ്ധിക്കുക. let's look into 14th verse. ശ്രദ്ധാപൂർവം നോക്കണം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെയാണ് പറഞ്ഞത്, അവരെ ലോകം പകച്ചു. Look diligently, verse 14. Verse 14 says, I have given them thy word, and the world hath hated them. ലോകം ദൈവജനത്തെ പകയ്ക്കുന്നതിന്റെ കാരണം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. The Lord is giving the reason why the world is hating the believers. നമ്മുടെ കയ്യിൽ വചനം തന്നു. The reason is that God has given his word unto us. നാം കർത്താവിന്റെ വചനത്തെ ഇഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് അത് പിടിച്ചുകൊള്ളുമ്പോൾ അത് ലോകം ഇഷ്ടപ്പെടത്തില്ല, നമ്മെ ആക്രമിക്കും. When we study, when we dwell upon his word, when we love his word, and when we study and live according to it, then the world will definitely hate us. അതുകൊണ്ടാണ് വേർപാട് ജീവിതം ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ദുഷ്കരമാകുന്നത്, അത് ക്ലേശകരമാകുന്നത്. And this is the reason why a wholly separated life is difficult in this world, and it is hard. ലോകം അംഗീകരിക്കുകയില്ല. വേർപെട്ട് ജീവിക്കുമ്പോൾ ലോകം വെറുക്കും. When we are separated, the world will hate us and despise us. എന്നാൽ 11ാം വാക്യം ശ്രദ്ധിക്കുക. Let us look in verse 11. അത് വായിക്കണ്ട, നോക്കിയാൽ മതി. അതിന്റെ അവസാന വാക്യത്തിൽ നമ്മെ ഈ ലോകത്തിൽ ലോകം പകയ്ക്കുമ്പോൾ നമ്മെ കാക്കുവാൻ നമ്മുടെ കർത്താവ് ഉണ്ട്. When we look into verse 14, verse 11, it says that the Lord is there to protect us and to keep us, and the world will hate us. അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു. വേർപെട്ട ജീവിതത്തിന്റെ പരിണത ഫലം. The three points I have said, the after effects, the glory of a separated life. ദൈവം അനുഗ്രഹിക്കും. First one is the Lord will bless. ലോകം പകയ്ക്കും. And the world will despise and reject us. ദൈവം സൂക്ഷിക്കും. And the Lord will keep. ഞാൻ മുന്നോട്ട് പോകട്ടെ. 18ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Let me go further. In 18th verse we read, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. As thou hast sent me into the world, even so have I also sent them into the world. വിശ്വാസിയും ലോകവും തമ്മിലുള്ള മൂന്നാമത്തെ ബന്ധമാണ് ഈ ഭാഗത്ത് കർത്താവ് സൂചിപ്പിക്കുന്നത്. Here the Lord is mentioning the
third point, the relationship between a believer and the world. അതെന്താണ്? What is that? പിതാവ് ലോകത്തിലേക്ക് യേശുക്രിസ്തുവിനെ അയച്ചതുപോലെ നമ്മെ ഇന്ന് ഭൂമിയിൽ ലോകത്തിൽ ആക്കിയിരിക്കുകയാണ്. The truth is that we are in this world. We are kept in this world as God the Father has sent God the Son into this world. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ എന്തുദ്ദേശത്തിൽ വന്നുവോ അത് പൂർത്തീകരിച്ചു, അവൻ മടങ്ങിപ്പോയി. ആ ശുശ്രൂഷ തുടരുവാൻ നമ്മെ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. With what reason God the Father sent his Son Jesus Christ into the world? He accomplished it, he finished it, and he went into the heaven. But to fulfill the further down, fulfill the rest of it, he has entrusted and kept us in this world. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ഒരു ലക്ഷ്യത്തിൽ, ഒരു ദൈവിക പ്ലാനിൽ പ്രകാരം നാം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. Therefore, we should remember that we are kept in this world with a mission and a purpose. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ സ്ഥാനാപതികൾ, ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി സംസാരിക്കുന്നു എന്ന് പൗലോസ് 2 കൊരിന്ത്യർ 5:20 പറയുന്നു. In 2 Corinthians 5:20, Apostle Paul is saying that we've been ambassadors, or he is talking as an ambassador of Christ. നമ്മുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും ലോകം ക്രിസ്തുവിനെ വിശ്വസിപ്പാൻ ഇടയാകണമെന്ന് കർത്താവ് 21-23 വാക്യങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. In 21st verse and 23rd verse, the Lord is telling that through our life and testimony, the world should see and know Christ through us. അപ്പോൾ ഈ കാര്യവും വിശ്വാസികളായ ഞാനും നിങ്ങളും ലോകത്തിലായിരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. So we should understand this truth too when we are in this world. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, വേർപെട്ടവരായി എവിടെയോ ദൂരമാറി ഇരിക്കുവാനല്ല, ഈ ലോകത്തിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് സഹകരിച്ച് അവർക്ക് സാക്ഷ്യം പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് നേടുവാനുള്ള ചുമതല നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. So the Lord wants us to be in this world to tell the truth about him, and not to be separated and sit idle in a place, but rather testify about Christ. അവസാനമായി 24 വാക്യം കൂടെ ശ്രദ്ധിക്കുക. Finally, let's dwell into verse 24. അതിന്റെ അവസാന ഭാഗത്ത്, മലയാളത്തിൽ അവസാന ഭാഗത്ത് വായിക്കുന്നത്, എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. Father, I will that they also whom thou hast given me be with me where I am, that they may behold my glory which thou hast given me. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ്. That is a portion where we have to really dwell upon. മുൻപുള്ള വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ ഞാൻ വരുന്നു, ഇവർ ഭൂമിയിൽ ആയിരിക്കുന്നു, ഇവരെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അവരെ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ കർത്താവ് പറഞ്ഞു. In the previous verse, in his prayer, in the intercessory prayer, Lord is saying that, Father, I am coming. They are dwelling in this world, and keep them and be with them. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, പിതാവേ അവരും എന്നോടൊപ്പം ഇരിക്കണം, നീ എനിക്ക് തന്ന മഹത്വം അവർ കാണണം. And in this verse, the Lord is praying that the world should see the glory thou hast given to me.
ഇവിടെ എന്താണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? What is the matter of his prayer? What is the point? What is the subject of his prayer here? കർത്താവിന്റെ പ്രാർത്ഥന അല്പം കൂടിപ്പോയോ? Was it a little bit too much? വാസ്തവത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചത് എന്റെയും നിങ്ങളുടെയും ലോക ജീവിതം അവസാനിച്ചിട്ട് എത്രയും വേഗം ദൈവസന്നിധിയിൽ അവന്റെ അടുക്കൽ ചെല്ലണമെന്നല്ലേ? If you really understand the meaning of that verse, this is the nutshell of his prayer, that we should fulfill and finish the course he has given to us, and we should go quickly to him. ഓരോ വിശ്വാസിയുടെയും മരണം ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരണമല്ലേ? Is it not that the death of every saint, every believer, is a fulfillment of the verse of this verse? അപ്പോൾ ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലോക ജീവിതം അവസാനിപ്പിച്ച് എത്രയും വേഗം കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അവൻ നമ്മെ കാത്തിരിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. So the Lord longs to see us after accomplishing our mission in this planet Earth and to arrive at his very glorious presence. അങ്ങനെയെങ്കിൽ നമുക്കും ആ ആഗ്രഹം വേണ്ടേ? If that is so, shouldn't we have that longing too? അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുന്നത് അത്യുത്തമമെന്ന് പൗലോസ് പറയുന്നു. In Philippians, Apostle Paul is saying it is better to be with the Lord. താനും തന്റെ കാരാഗ്രഹ ജീവിതത്തിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടൊപ്പമായിരിക്കാനുള്ള ആകാംക്ഷയാണ് നാം കാണുന്നത്. We could also see that Paul really longed to live this world and to be in the presence of the Lord. പത്രോസും അതേ കാര്യം പറയുന്നുണ്ട്. പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ എന്ന് പത്രോസ് പറയുന്നുണ്ട്. The same thing we can see that to hold the perfect hope, to complete hope. 4 കാര്യങ്ങളാണ് കർത്താവിന്റെ പ്രാർത്ഥനയിൽ വിശ്വാസിയും ലോകവും സംബന്ധിച്ച് നാം കാണുന്നത്. There are 4 points we have seen in connection with the believer and the world in the prayer, in the intercessory prayer of our Lord. നമ്മെ ലോകത്തിൽ നിന്നും അവൻ വേർപെടുത്തി. He has separated us from the world. നമ്മെ ഈ ലോകത്തിൽ ഒരു പുതിയ വ്യക്തിത്വം തന്ന് സ്വർഗീയ പൗരന്മാരാക്കി സ്വർഗത്തിന്റെ മക്കളാക്കി നമ്മെ ഭൂമിയിൽ നിർത്തിയിരിക്കുകയാണ്. He kept us in this world as ambassadors of Christ, with a new identity, with a new life in this world. നമുക്ക് ഈ ഭൂമിയിൽ ഇന്നൊരു ഉത്തരവാദിത്വമുണ്ട്. We have a mission in this world. ആ ഉത്തരവാദിത്വം പൂർത്തിയായാൽ എത്രയും വേഗം പോകുവാൻ നാം തയ്യാറായി ആഗ്രഹിച്ചിരിക്കണം. Once that mission is accomplished, or once that is accomplished, we are supposed to be ready, and we should be longing to be with the Lord. ഒരു ദേവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I heard about a saint like this. അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ആ ദേവദാസൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജനൽ തുറന്നിട്ട് വെളിയിലേക്ക് നോക്കി ചോദിക്കും, കർത്താവേ, ഇന്നാണോ നീ വരാൻ പോകുന്നത് എന്ന് ചോദിക്കും. I forgot his name, but that saint would every day he would open the door, the window, and look and say, Lord, is it today that you will be coming? രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ജനൽ തുറന്ന് കർത്താവേ, ഇന്ന് രാത്രിയാണോ നീ വരാൻ പോകുന്നത് എന്ന് ചോദിച്ച് താൻ കിടക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. I heard that even before his sleep, he will open the window and say, the Lord, are you going to come tonight? നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ആകാംക്ഷ
വാഞ്ച ഉണ്ടാകേണ്ടത് ആവശ്യം. We in our heart too, this very longing for the coming of the Lord should be there. നാം ഇന്നായിരിക്കുന്ന കൊറോണ വൈറസ് നമുക്കെല്ലാം ഒരു ബോധ്യം തന്നിട്ടുണ്ട്, ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന്. The modern epidemic has given us a conviction that there is no life, there is no guarantee for our earthly life. There is no guarantee. വിശ്വാസികളായ എനിക്ക് നിങ്ങൾക്കും ഈ ഒരു താല്പര്യം, ഈ ഒരു വാഞ്ച ഉണ്ടാകണം. കർത്താവേ, ഞാൻ തയ്യാറാണ്, നീ എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നു എന്നുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. We should have that longing that, Lord, I am ready when you are about to call me, when you are calling the roll. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞത്, ആമീൻ കർത്താവേ, വേഗം വരണമെന്നാണ്. In the book of Revelation, when the Lord said, I am coming quickly, Apostle John says, Lord, amen, Lord, come. വേർപാടിന്റെ ജീവിതം എങ്ങനെയുണ്ട്? How is a separated life? How is our separated life? ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I want to conclude. വേർപാട് പേരിൽ മാത്രം പോരാ, യഥാർത്ഥ വേർപാടുകാരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Separation should not be just for namesake, but we should be separated in every aspect, every walk of our life, and we should be real separated. അത് കർത്താവിന്റെ പ്രാർത്ഥനാ വിഷയവും അവന്റെ ആഗ്രഹവുമാണ്. That is a desire, that's a longing of the Lord, and it is also a matter of his prayer for us. അത് നമ്മുടെ അനുഗ്രഹത്തിന് അടിസ്ഥാന ഘടകമാണ്. That is a fundamental basis of our blessing. അനിശ്ചിതാവസ്ഥ നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നോക്കി പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to live with a life of great hope in an uncertain world. നമ്മുടെ ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുക ആ ദൈവത്തിന്റെ ഇഷ്ടമാണ്. പൂർത്തീകരിച്ചാൽ അവൻ നമ്മെ തന്റെ അടുക്കിലേക്ക് ചേർക്കും. ആ പ്രത്യാശയിലും പ്രതീക്ഷയിലും ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. No matter what happens to no matter what happens around us, he will accomplish what he desires of us, and let's be prepared to meet him. ഈ മൂന്ന് കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കട്ടെ. May these three things give us, encourage us for a holy life, a faithful life, a separated life. കർത്താവിൽ നാം സുരക്ഷിതരാണ്. ഐക്യതയോടെ വേർപെട്ടവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. We are secured in this life. May God help us to live a holy and separated life.